നമസ്കാരം. പ്രമാദമായ പാലത്തായി കേസിൽ പ്രതിയായിട്ടുള്ള അധ്യാപകൻ പത്മരാജന് ജാമ്യം. എന്തൊരു ശാന്തതയാണ് കേരളത്തിൽ. ഇപ്പോ സംഘപരിവാർ ചാപ്പകൾ ഒരിടത്തും കാണാനില്ല. ഇന്നലകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ വലിയ ചാപ്പ കുത്തി നടന്ന ഫാത്തിമ തെഹ്ലിയ, PK ഫിറോസ്, KM ഷാജി ഇവർ MLA ആയി, മന്ത്രിയായി. ഇത്രയും സമയമായി വിധിയുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം അവർക്ക് സംശയമില്ല. സ്വാഭാവിക വിധി, സർവ്വസാധാരണം എന്ന നിലയിലേക്ക് നിശബ്ദത കൊണ്ട് നേരിടുകയാണ്. ആബിദടിവാരം, സുഡാപ്പികൾ, മൗദൂദികൾ ഇന്നലകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉന്നയിച്ചവർക്കെല്ലാം ഇപ്പോൾ യാതൊരു പരാതിയുമില്ല, യാതൊരു പ്രതിഷേധവും ഇല്ല. വച്ച നാവെടുക്കാതെ നിശബ്ദമായി ഇരിക്കുന്നവന്മാരുടെ മനോഭാവം എന്താണെന്ന് സമൂഹം ഒന്ന് ഓഡിറ്റ് ചെയ്യേണ്ട സമയമാണ്. ഇന്നലകളിൽ ഈ കേസുമായിട്ട് പൊട്ടി ഒലിച്ചവർ, പൊട്ടിത്തെറിച്ചവർ, ആ കേസുമായി ബന്ധപ്പെട്ട പ്രതി സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ അധികാരത്തിലെത്തിയ ഉടനെ DGP ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത മേനോനെ കുറിച്ച് ഒരു പരാതിയില്ലല്ലോ. അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള രീതിയല്ലേ എന്ന മനോഭാവത്തിലേക്ക് ഇവർ വഴങ്ങിക്കൊടുക്കുന്നത്, ആ ശൈലിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ സുഡാപ്പികൾ, മൗദൂദികൾ, ലീഗന്മാർ ഇവരുടെ എല്ലാത്തിനെയും മുതലക്കണ്ണീർ, ആ പെൺകുട്ടിയെ കുറിച്ച് ഓർത്തുള്ളത് മുതലക്കണ്ണീര് മാത്രമായിരുന്നു, അല്ലാതെ ആ കുട്ടിയോടുള്ള സ്നേഹമല്ല. ആ സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടാക്കാൻ പാലത്തായി വിഷയത്തിൽ ഒരു സംഘീയ അധ്യാപകനായിട്ടുള്ള പത്മരാജനെ കിട്ടി. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒരു കഥ അങ്ങ് ഉണ്ടാക്കി ആഘോഷിക്കാം. അല്ലാതെ ആ കുട്ടിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അതിൽ പ്രോസിക്യൂഷനെ ആരെങ്കിലും പഴിച്ചോ? സർക്കാരിനെ പഴിക്കുന്നുണ്ടോ? ആർക്കും ആ വിഷയത്തിൽ ഒന്നും പറയണ്ടല്ലോ. കാര്യം ഏതൊരു കേസും ആയിക്കോട്ടെ, അതിൽ പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തണ്ടേ? പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലകളിൽ ഈ നാട്ടിലെ സംഘപരിവാറുകാർ ആ അധ്യാപകരെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പൊടുന്നനെ കോടതി അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നതിൽ നിശബ്ദമായി ഈ നാട്ടിലെ സർക്കാരും, അവരാൽ ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ട ഹൈക്കോടതിയിലെ പ്ലീഡർമാരൊക്കെ ഉണ്ട്, അറിയാലോ അല്ലേ? അവരൊക്കെ വന്നിട്ട് ഈ കേസിൽ എന്ത് ചെയ്തു എന്നുള്ള സംശയമില്ലാതെ ആബിദടിവാരങ്ങളും ഫാത്തിമ തെഹ്ലിയയും PK ഫിറോസും KM ഷാജി ഉൾപ്പെടെയുള്ള തീപ്പൊരികൾ അധികാര കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവരിയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിൽ K സുരേന്ദ്രൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞില്ലേ, പൊന്നു പടച്ചോനെ, ലീഗ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ചാരിതാർത്ഥ്യമാണ്. അതുപോലെയാണ് സകലമാന കാര്യങ്ങളും. ലീഗിനെയും മൗദൂദിയെയും സുഡാപ്പികളെയെല്ലാം ഈ നാട്ടിൽ വെറും കാഴ്ചക്കാരാക്കി ഇരുത്തിക്കൊണ്ട് സംഘപരിവാർ അവരുടെ കാര്യങ്ങളെല്ലാം വൃത്തിക്കും വെടുപ്പിനും ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇപ്പോൾ പിണറായി വിജയനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നതെങ്കിൽ എന്തൊരു കുരുപൊട്ടി ഒലിക്കുമായിരുന്നു. ഇപ്പോൾ സർക്കാരിനെ മൗദൂദികളും സുഡാപ്പികളും ലീഗന്മാരെല്ലാം കൂടി ചേർന്ന് തെരഞ്ഞെടുത്ത സർക്കാർ, അവർ പിടിവാശി പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയ വ്യക്തി ഇദ്ദേഹത്തിനെതിരെയൊന്നും ഒരക്ഷരം ഉരിയാടാതെ ആ പുറത്തു വന്ന വിധി അത് സർവ്വസാധാരണമെന്നും സംഘികൾ ഇപ്പോൾ ആഘോഷിക്കപ്പെടുമ്പോൾ അതിനെതിരെ വാ തുറക്കാതിരിക്കുന്ന ഇന്നലകളിലെ ഈ നാട്ടിലെ വലിയ പ്രതികരണ ശേഷിയുള്ള അലവലാദികൾ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. അവനൊന്നും വെച്ച നാവെടുത്തിട്ടില്ലെങ്കിൽ ന്യൂനപക്ഷ വികാരം ഉണർത്താൻ വേണ്ടി പാലത്തായിലെ ആ പെൺകുട്ടിയെ പോലും ഉപയോഗപ്പെടുത്തിയവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് നാട് കാണേണ്ടതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്ന് മേനോൻ മുഖ്യമന്ത്രിയായതിനു ശേഷം സംഘപരിവാർ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എത്ര കൃത്യമായിട്ടാണ് സമസ്ത മേഖലയിൽ നടപ്പിലാക്കി എടുക്കുന്നു എന്ന് കണ്ണ് തുറന്ന് കാണേണ്ടവർക്ക് കാണാം. ആ സന്ദർഭങ്ങളിലും ഇന്നലകളിൽ ഈ നാട്ടിൽ വികാര വിക്ഷോഭം അല്ലെങ്കിൽ വൈകാരിക പ്രകടനങ്ങൾ നടത്തിയവന്മാരെല്ലാം വായ്ക്കകത്ത് ഉണ്ടംപൊരി വെച്ചിട്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനിയെങ്കിലും തലയ്ക്കകത്ത് മൂരി ബുദ്ധി അല്ലെങ്കിൽ ആലോചിക്കാവുന്നതാണ് എന്തിനു വേണ്ടിയാണ്. കാര്യം ഇവരുടെ കച്ചവടങ്ങൾ സംഘപരിവാറുകാരുമായി ചേർന്നാണ്. ആ കച്ചവടങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് മൊത്തത്തിൽ മുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കച്ചവടങ്ങൾ മാത്രം നടന്നാൽ മതി, അതിന് ഒരു UDF സർക്കാർ വരണം, ബാക്കി സംഘികളൊക്കെ എന്തോ ചെയ്തോട്ടെ എന്ന മനോഭാവത്തിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം മതം ഉപയോഗിച്ച് കാപട്യം കളിക്കുന്നവരാണ് മൗദൂദികളും സുഡാപ്പികളും ഒപ്പം തന്നെ ലീഗന്മാരാണെന്ന് ഈ പാലത്തായി വിഷയത്തെ മുൻനിർത്തി ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്.